വിശ്വസിച്ച് ജോലി നൽകിയവർക്ക് നേരെ വിശ്വാസവഞ്ചന കാണിക്കുക. പിടിക്കപ്പെടുമെന്ന് ഉറപ്പാകുമ്പോൾ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ ആരാണോ തങ്ങൾക്ക് ജോലി നൽകിയത് അവർക്കെതിരെ കേസ് കൊടുക്കുക. നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന ഇത്തരം സ്ത്രീകൾ കാരണം യഥാർത്ഥത്തിൽ പ്രശ്നം അനുഭവിക്കുന്ന പലർക്കും നീതി അകലെയായി പോകുന്ന സംഭവങ്ങളും നമുക്ക് മുൻപിലുണ്ട്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നടൻ കൃഷ്ണകുമാറിന്റെയും മകൾ ദിയ കൃഷ്ണയുടെയും കടയിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തവരെ കുറിച്ച് തന്നെയാണ്. കള്ളപ്പരാതി കൊടുത്ത് ചെയ്ത തെറ്റ് മറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും ഈ നിയമ പോരാട്ടം. ഒരു വേള അറസ്റ്റിലാകുമെന്ന് പോലും ഭയപ്പെട്ടിരുന്ന സമയത്താണ് ധൈര്യമായി സ്വയം തെളിവുകളുമായി ഈ കുടുംബം ഒന്നിച്ച് രംഗത്തിറങ്ങിയത്. ഒടുവിൽ CCTV-കളടക്കം സംസാരിക്കുന്ന തെളിവുകളായി. തുടരന്വേഷണത്തിൽ സ്ഥാപനത്തിലെ ജീവനക്കാരികളിലെയും കൂട്ടുപ്രതികളെയും അക്കൗണ്ടുകൾ ഒരുപക്ഷെ സത്യം വെളിപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ട സാഹചര്യം. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് 66 ലക്ഷം രൂപയാണ് 3 ജീവനക്കാരികൾ ചേർന്ന് തട്ടിയെടുത്തത്. അവരുടെ പേരുകളാണ് നമ്മൾ മറക്കാൻ പാടില്ലാത്തത്. ആ 3 പേരുകൾ ഇതാണ്: വിനീത ജൂലിയറ്റ്, ദിവ്യ ഫ്രാങ്ക്ലിൻ, രാധാകുമാരി, കൂടെ വിനീതയുടെ ഭർത്താവ് ആദർശും. ഈ 3 പേരും ചേർന്നാണ് കൃത്യമായ കുറ്റകൃത്യം നടത്തിയത്. അന്ന് എന്തൊക്കെയാണ് അവർ പറഞ്ഞൊപ്പിച്ചത്? മാധ്യമങ്ങൾക്ക് മുൻപിൽ നല്ല പിള്ള ചമയാൻ വേണ്ടി അവർ പറഞ്ഞ വാക്കുകൾ ഒന്ന് നമുക്ക് കേട്ടുവരാം. 7 മണിക്കൂറിലധികമായിട്ടാണ് അവർ നമ്മളെ കസ്റ്റഡി വെച്ചിരുന്നത്. ഇത് പോരാത്തതിന് ഞങ്ങളുടെ ഹസ്ബൻഡ്സിനെ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നിന്റെ ഹസ്ബൻഡ് അവരോടെയാണ് ഇവരോടെയാണ് അങ്ങനത്തെ രീതിക്കൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡ് എനിക്ക് വേണ്ടി സംസാരിച്ചാണ് പറഞ്ഞു, നിനക്കെന്താ അവളുടെ അടുത്ത് ഇത്ര കഴപ്പ്, നിനക്ക് എന്തെങ്കിലും കഴപ്പുണ്ടെങ്കിൽ നീ നിന്റെ ഭാര്യ അടുത്ത് തീർത്താൽ മതി, അത് അവളുടെ അടുത്ത് തീർക്കണ്ട. അങ്ങനത്തെ രീതിയിൽ ഒരുപാട് സംസാരങ്ങൾ അങ്ങനെ സംസാരിച്ചായിരുന്നു. ഒരുപാട് ആഭാസ രീതിയിലുള്ള ചീത്തകൾ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ തന്നെ ആ സമയത്ത് പേടിച്ചു. കാരണം ഇത്രയും 4 പെൺകുട്ടികളുള്ള ഒരു അച്ഛനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യയെ അത്ര മോശമൊന്നുമല്ല പറയാൻ വേണ്ടിയിട്ട്. ഭാര്യയെ നല്ല രീതിക്ക് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സന്തോഷം എന്ന് പറയുന്ന ആ വ്യക്തിയും കൃഷ്ണകുമാർ സാറും എന്റെ ഹസ്ബൻഡിനെയും ചേച്ചിയുടെ ഹസ്ബൻഡിനെ അടിക്കുന്നുണ്ടായിരുന്നു. അങ്കിളിനെ നിർബന്ധപൂർവ്വം പിടിച്ച് മുറി പൂട്ടിയിടുകയും പുറത്തിറങ്ങിയിട്ട് കാല് പിടിക്കുന്ന വീഡിയോ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വീഡിയോ വരെ അവരെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അങ്കിളിനെ കൊണ്ട് കൃഷ്ണകുമാർ സാറിന്റെ കാല് പിടിപ്പിക്കുന്നതായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അവര്. ഇദ്ദേഹത്തിന്റെ ഹസ്ബൻഡാണ്. അപ്പൊ അവരെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നവരെ അവരെടുത്തിട്ടുണ്ടായിരുന്നു. ദിയ ക്യാഷ് ആയിട്ടാണ് മേടിച്ചത്. അപ്പൊ അവര് വാങ്ങിയെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ദിയ നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് മേടിച്ചിട്ട് അവരുടെ ടേബിളിൽ വെച്ചിരിക്കുന്നതായിട്ട് ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ദിയയുടെ അമ്മയാണ് അതിലുള്ള ഞാൻ കാണിച്ചത്. ഈ ദിവസം നമ്മൾ ഈ വീഡിയോ തട്ടിക്കൊണ്ട് പോയ ദിവസം ബാക്കി ക്യാഷ് ആണ് ഇതിൽ കാണാൻ പറ്റും. നമ്മൾ എത്ര ബാക്കിലോട്ടാണ് ഇരുത്തിയില്ല. നമുക്ക് ഫോൺ കിട്ടിയത് ആ ടൈമാണ്. അത് ഞങ്ങൾ കൊടുത്ത പൈസ ആ പുള്ളിക്കാരി വാങ്ങി വെച്ചിരിക്കുന്നത് അത് നമ്മുടെ ഇല്ല. അത് ദിയ പറയുന്നുണ്ട് നമ്മളെ തെഫ്റ്റ് കേസിൽ, നമ്മളെ കള്ള കേസിൽ കുഴിക്കോന്ന് ദിയ പറയുന്നുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. ഇല്ല, കാരണം നമ്മൾ വിചാരിച്ചില്ലല്ലോ ദിയ ഇങ്ങനെ ഒരു പ്ലാനിങ്ങിലോട്ടാണ് പോകുന്നതെന്ന്. അപ്പൊ അവിടെ ജോലിക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർ ജീവിതകാലം അവിടെ ജോലി ചെയ്യാൻ റെഡി ആയിട്ട് വേണം പോകാൻ. കാരണം അപ്പൊ മാറാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കും. അത്രേ ഉള്ളൂ. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് കള്ളക്കേസ് കൊടുത്ത് കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും അകത്താക്കാൻ തന്നെയായിരുന്നു ഈ ജീവനക്കാരികളുടെ പ്ലാൻ എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. കൃഷ്ണകുമാർ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചെന്നും തങ്ങളെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തെന്നുമായിരുന്നു ഈ 3 പേരും മാധ്യമങ്ങളോടടക്കം പറഞ്ഞതും. അവർ നൽകിയ കള്ളപ്പരാതിയിൽ വളരെ വ്യക്തമായി പറഞ്ഞതും ഈ കാര്യങ്ങളായിരുന്നു. ഇതാണോ ശരിയെന്ന് നമ്മളിൽ പലരും ചിന്തിച്ചു പോയി. ആ സമയത്താണ് പൂർണ്ണ ഗർഭിണിയായിട്ട് പോലും സത്യം തെളിയിക്കാൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ രംഗത്തെത്തിയത്. കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയം പോലും അയാളെ വലിയ തരത്തിൽ അധിക്ഷേപിക്കുന്നതിന് ഒരു കൂട്ടർ ഇടയാക്കിയെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. സമൂഹ മാധ്യമങ്ങളടക്കം വലിയ തരത്തിൽ അധിക്ഷേപങ്ങളും കൃഷ്ണകുമാറിന് കേൾക്കേണ്ടി വന്നു. അദ്ദേഹം തന്നെ പറയുന്ന വാക്കുകൾ കേൾക്കാം. എനിക്കറിയാം അവർ തെറ്റ് ചെയ്തു നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. അപ്പോഴും ഞാൻ ആലോചിച്ച് ചെറുപ്പക്കാരാണ് ഇവർക്ക് തുടർന്ന് ജീവിച്ചു പോകേണ്ടതാണ്. തെറ്റ് ചെയ്തെങ്കിൽ അവരെ
പറഞ്ഞു വിടുക, ഒരു കോംപ്രമൈസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇത്ര തുക എടുത്തതായിട്ട് നമുക്കൊരു ഊഹം കിട്ടി. ഞാൻ എൻ്റെ 1/3 ചുരുക്കി നമ്മളെല്ലാം ഒത്തുതീർപ്പിലോട്ട് പോയി. ഇവിടെ ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഞാൻ ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു, എല്ലാം ഓക്കെ ആയിട്ട് ഇവിടെ നിന്ന് പോയതാണ്. പക്ഷെ ഇവിടെ നിന്ന് പോയതിന് ശേഷം അവരുടെ ഭാഗത്തു നിന്നൊരു തെറ്റായ നടപടി ഉണ്ടായി. അപ്പോഴാണ് നമ്മൾ പോലീസിൽ കേസ് കൊടുക്കുന്നത്. കേസ് കൊടുത്തു കഴിഞ്ഞ് അവർ 2 ദിവസം കഴിഞ്ഞ് കൗണ്ടർ കേസ് കൊടുക്കും. നമ്മുടെ കേസ് അന്വേഷിക്കാതെ കൗണ്ടർ കേസിൽ FIR ഇടുന്നു. അതും എല്ലാം നോൺ ബെയിലബിളാണ്. ആ ഒരു പോയിന്റിൽ നമ്മൾ ഇതിനകത്തൊരു രാഷ്ട്രീയ വശം കാണുന്നുണ്ട്. കാരണം ഭരണകക്ഷിയുടെ ഭാഗത്തല്ല ഞാൻ വ്യത്യസ്തമായൊരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനകത്ത് ഒരു ക്ലിയർ ആയിട്ടൊരു രാഷ്ട്രീയ സംഭവം കണ്ടെച്ചാൽ ആ സ്റ്റേഷനിൽ ആരോ ഇടപെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കേസിൽ അന്വേഷിക്കാതെ കൗണ്ടർ കേസ് അന്വേഷിച്ച് FIR ഇടുന്നു. കൗണ്ടർ കേസ് അന്വേഷിക്കണമെന്ന് ഒരിക്കലും പറയില്ല, അന്വേഷിക്കണം. പ്രത്യേകിച്ച് അപ്പുറത്ത് പെൺകുട്ടികളും കൂടെ ഉള്ളതുകൊണ്ട് ആ കേസ് അന്വേഷിച്ച് പോകണം. പക്ഷേ അതവിടെ ഇരുന്നിട്ട് കൗണ്ടർ കേസിൽ FIR ഇട്ടപ്പോഴത്തേക്ക് അതിൽ അതീവ ഒരു ഗുരുതരമായ തെറ്റ് കണ്ടു, സംശയങ്ങൾ തോന്നി തുടങ്ങി. ആ ഒരു അവസരത്തിലാണ് നമുക്ക് വേറെ മാർഗ്ഗങ്ങളില്ലാതെ വന്നപ്പോൾ നമ്മൾ ആഭ്യന്തര മന്ത്രാലയം കൂടി കൈവശം വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ കാണുന്നതും അതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ചിലോട്ട് പോയതൊക്കെ. ഒബയോസി എന്ന സ്ഥാപനത്തിലെ CCTV ദൃശ്യവും ഇവർക്ക് ഗുണമായി എന്ന് എടുത്തു പറയേണ്ടതാണ്. QR കോഡിൽ കൃത്രിമം കാണിച്ചായിരുന്നു ഈ കള്ളത്തരം, ഈ സാമ്പത്തിക തട്ടിപ്പ് ഈ പ്രതികൾ നടത്തിയത്. കടയിലെ QR കോഡ് മാറ്റി സ്വന്തം QR കോഡിലേക്ക് പണമിടിയിക്കുകയായിരുന്നു. പ്രതികൾ കൊടുത്ത കള്ളക്കേസിലായിരുന്നു ആദ്യം അന്വേഷണം നടന്നത്. അതും കൃഷ്ണകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്ന തരത്തിൽ. ഇതിനെയൊക്കെ ആ കുടുംബം വളരെ കൃത്യമായി അതിജീവിച്ചു എന്ന് തന്നെ പറയേണ്ട സാഹചര്യം. കടയിൽ നിന്ന് 66 ലക്ഷം മോഷ്ടിച്ചതിന് 3 ജീവനക്കാരികൾക്കും സഹായികൾക്കുമെതിരെ കുറ്റപത്രം വന്നു കഴിഞ്ഞു. ജോലി നൽകിയവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലിടാൻ ശ്രമിച്ചവർ ഇനിയെങ്കിലും പഠിക്കണം. കള്ളക്കേസ് വന്നപ്പോൾ പൊരുതാനുറച്ച മനസ്സുമായി ഇറങ്ങിയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പിടികൂടാൻ സാധിച്ചത്.